പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക ഒരുക്കുന്ന ചിത്രത്തിന്റെ നായികാവേഷവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾ അടുത്തിടെ നടന്നിരുന്നു. ആദ്യം നായികയായി തീരുമാനിച്ചിരുന്ന ദീപിക പദുകോണിനെ മാറ്റി പുതിയ നായികയെ കഴിഞ്ഞ ദിവസമാണ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത്. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ അനിമൽ എന്ന ചിത്രത്തെ കൂടി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുക കൂടി ചെയ്ത സ്മൃതി ഡ്രിമിയാണ് സ്പിരിറ്റിലെ പുതിയ നായിക. നായികയെ മാറ്റിയതിനു പിന്നാലെ സിനിമയുടെ കഥ ബോളിവുഡ് സിനിമാ സെറ്റുകൾ PR വർക്കുകാരന്മാർ ഉപയോഗിച്ചെന്ന് ദീപിക പ്രചരിപ്പിച്ചുവെന്ന ആരോപണം വന്നിരുന്നു. ഇപ്പോൾ ഇതിനു പിന്നാലെ സന്ദീപ് റെഡ്ഡിയുടെ എക്സ്പോസ്റ്റിലാണ് ശ്രദ്ധ നേടുന്നത്. ദീപികയുടെ പേരെടുത്ത് പറയാതെ സംവിധായകൻ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. ഒരു ആർട്ടിസ്റ്റിന്റെ കഥ പറയുമ്പോൾ അവരും സംവിധായകനും തമ്മിൽ കഥ വെളിപ്പെടുത്തിയിരുന്ന കരാർ ഉണ്ടാകാറുണ്ട്. ഇത് ലംഘനത്തിൽ അവർ ഇത്തരത്തിലുള്ള ആളാണെന്ന് മനസ്സിലാകുന്നത്. കഥ ലീക്കായതോടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ഇതാണോ ഫെമിനിസം എന്നും സന്ദീപ് പോസ്റ്റിലൂടെ ചോദിക്കുന്നു. ഈ കഥ തൻ്റെ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനവും സിനിമയാണ് തൻ്റെ എല്ലാമെന്നും സന്ദീപ് പറയുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ലെന്നും ഇനി ഒരിക്കലും മനസ്സിലാകുകയില്ലെന്നും പറഞ്ഞാണ് സംവിധായകൻ പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഇതിനു പിന്നാലെ ദീപികയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വൻ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ദീപികയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത്. അതേസമയം ദീപിക പദവും പ്രതിഫലവും ജോലി സമയവുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഇത് അംഗീകരിക്കാനാവില്ലെന്ന് സ്പിരിറ്റ് ടീം അറിയിക്കുകയും ചെയ്തതായി വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദിവസത്തിൽ 6 മണിക്കൂർ മാത്രം ഷൂട്ടിംഗ്, 20 കോടി പ്രതിഫലം, അതിനു പുറമെ സിനിമയുടെ ലാഭവിഹിതവും ദീപിക ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ.